അല്ല ഞാ- ഓനോട് വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഞാൻ മിന്നാന്ന് ഓനെ കണ്ടു പറഞ്ഞേ. അപ്പൊ എന്ത് പറഞ്ഞു? എന്നോട് 2 ദിവസം കൊണ്ട് വരാറുന്നതാ. ഉം. ഓൻ പറ്റില്ല, ഓൻ പറഞ്ഞാ മതി, ഞാൻ എല്ലാം ഉണങ്ങിട്ട് നിക്കാണ്. എന്താ ചെയ്യാ? എന്താണ് രണ്ടാളും കൂടിയിട്ട് പ്രണയിക്കാവും അല്ലേ? വല്ല കാണാൻ നാട്ടിൽ ഒക്കെ കാണും ആൾക്കാർ. എന്ത് കളിയാണ്. എന്തപ്പ നമ്മളെന്താ പറയാൻ പറ്റുമോ? ചെക്ക മോൻ പോയിട്ട് ഇപ്പം കൊറച്ച് ഇങ്ങോട്ട് ആയത് മറക്കാനായപ്പോക്ക്. ശരിയാവൂല, ഇവിടെ ശരിയാവില്ല. നിങ്ങളൊന്നും മിണ്ടണ്ട. മാറ്റി പറഞ്ഞാ പറ്റുമോ? മറ്റല്ലേ കാണിക്കുന്നത്. നിങ്ങളുടെ പേരിൽ വല്ലതും ഉണ്ടോ? നിങ്ങളുടെ പേരിൽ വല്ലതും ഉണ്ടോ? ഒക്കെ നിങ്ങളുടെ മോ അവളുടെ പേരിൽ എഴുതി വെച്ച് കൊടുത്തില്ലേ? പറയണ്ട. തലയും വാലും ഇല്ലാത്ത ഓരോ കളി കളിക്കുകയും ചെയ്ത്. ഇനിയിപ്പൊ എന്താ കാട്ടണേ? ഞാൻ പോട്ടെ. ചോദിച്ച കാശ് ഇതൊക്കെ കണക്ക് വെക്കണ്ടാ. ഒരു കണക്ക് എന്റെ ഒന്നല്ലല്ലോ. ആ പാവത്താൻ ചാവണേന്റെ മുമ്പ് എല്ലാം എഴുതി വാങ്ങിയില്ലേ? അങ്ങനെ എഴുതി വാങ്ങിയോണ്ട് ഇപ്പൊ വരുമ്പോ കാശുണ്ട്. പോട്ടെ. ബിസ്ക്കറ്റ്. പൈസയോ? അതാ മറ്റേ സ്റ്റാൻഡിന്റെ മുകളിലെ ഒരു 20 രൂപ ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ കുറെ ദിവസമായിട്ട് ബിസ്ക്കറ്റും പിന്നെ റസ്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതല്ല വേഗം കൊണ്ടുവന്നത്. ഈ ഇമ്മറത്തെ വാതിലും തുറന്നു. എന്താ നിങ്ങളുടെ പരിപാടി? എന്താ ഈ നേരത്തെ ചായടി? 3 മണിയിലായിട്ടുള്ളൂ. മോളെ അച്ഛന് ചായ വേണമെന്ന് പറഞ്ഞപ്പോഴേ അച്ഛന് ചായ വേണം റസ്ക് വേണം എന്ന് പറഞ്ഞപ്പോ. ഇത് എവിടുന്നാ ഈ റസ്ക്? ഇത് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടില്ലല്ലോ. അത് അപ്പുറത്തെ പീടിയെന്നേ അമ്മ വാങ്ങിച്ചോണ്ട് വന്നാ മോളെ. ആരോട് വെച്ചിട്ട്? അച്ഛനും കൊറേ ദിവസമായി റസ്ക് വേണം കാശ് എവിടുന്നാ? അതാ മറ്റേ സ്റ്റാൻഡിന്റെ മുകളിൽ ഒരു 20 രൂപ ഉണ്ടായിരുന്നു. ഓ അപ്പൊ തള്ളപ്പ കക്കാനും തുടങ്ങിയോ? നാണം കെട്ട തള്ളയും തന്തി. അങ്ങനെ പറയില്ല എന്റെ മോളെ. പറയണില്ല, അങ്ങനെ പറയണില്ല. എന്റെ കാശ് കട്ടിട്ട് ഇവിടുന്ന് 3 നേരം തിന്നണില്ലേ? അച്ഛനൊരു വെള്ളം കുടിച്ചോട്ടെ. ഓ കുടിക്കണേ. വാങ്ങിക്കല്ലേ, അച്ഛൻ കുടിച്ചോട്ടെ. മൂക്കുമുട്ട തിന്നിട്ട് എലിന്റെ ഉള്ളിൽ കയറിട്ട് തള്ള എന്റെ മുതലും കട്ടിരിക്കല്ലേ. 3 ദിവസത്തിന് ഇനി നിങ്ങൾ ഇവിടെ ചാടിക്കാൻ പാടില്ല, കേട്ടല്ലോ? 3 ദിവസത്തിന്. അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ മോളെ. എങ്ങനെ പെരയില് ആര് പറഞ്ഞു ഇവിടെ നിക്കാനും അങ്ങനെ പറഞ്ഞിട്ട് നാണം കെട്ടിട്ട്. നിങ്ങളുടെ മകനെന്നല്ല നിങ്ങളെ നോക്കണത് ഞാനല്ലേ? അല്ലേ? അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാവും. ലേശം ഇറങ്ങി പോയിക്കോളി. നടന്നു നാശം പിടിച്ചോട്ടിക്കോളൂ. മേലെ എന്റെ മുതലങ്ങനെ ഇനി പല സാധനങ്ങൾ ഇവിടെ കാണും. എടുത്തുന്ന് ഞാൻ അറിഞ്ഞ തൊന്തക്കും തൊളക്കും പിന്നെ പുറത്തായിരിക്കും. നിങ്ങൾ കുറച്ചേരം അവിടെ പോയിരുന്നോളി. എന്താണ് എന്റെ മോളെ ഇങ്ങനെ? അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാല്. ഓ പിന്നെ സ്വന്തം മക്കളൊന്നുമല്ലല്ലോ. നിങ്ങൾ നോക്കാൻ എനിക്ക് യാതൊരു ഇതുമില്ല. ഇവിടെ നിന്ന് വേണമെങ്കിൽ അടുക്കളപ്പണി എടുത്ത് ജീവിച്ചോളോണ്ട്. അല്ലാണ്ട് എന്റെ മുതലങ്ങാനും ഇനി എടുത്താ നാശങ്ങള്. വാങ്ങടി. ഒരു 20 പടി വെക്കാറുണ്ട്. ഓനെ കൊണ്ട് കേറി പോണു. നോക്ക് അവളുടെ വായിരിക്കുന്നത് എന്താ ഇങ്ങനെ വിട്ടാ ചെയ്യാ? കാലോടിക്കേണ്ട വയസ്സാണോ അവന്റെ? ഇനിയിപ്പൊ അതും കൂടെ ആയിട്ട് ചെന്നാൽ മതി. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണേ നല്ല നേരം നോക്കണം. അന്നേരം ഇനിയിപ്പോ അത് നോക്കിയിട്ടിരിക്കും. അല്ലാത്ത വൃത്തിയും കേട്ടോ. നിങ്ങളൊന്നും പറയാനും പോണ്ട, മിണ്ടാനും. നമ്മളിപ്പോ ഏതായാലും കിടക്കാൻ ഒരു സ്ഥലമുള്ളത്
വലിയ കാര്യം കൂട്ടിക്കോ. എന്താണ് നോക്കി കിടക്കണം? നോക്കിയിരിക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? പിന്നെ താഴത്ത് തന്തയും തള്ളിയുണ്ടല്ലോ, എന്താണ് അവിടെ വന്നിട്ടിരിക്കണം? എന്താന്ന് ചാട്ടിക്കോട്ടെ, നാശങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചവിട്ടി പുറത്തേക്കൊണ്ട് ഞാൻ ആലോചിക്കുന്നു. അതൊക്കെ എന്താ ചെയ്യ ഐഡിയ പോലെ. എന്തായാലും ഇപ്പൊ സ്വത്തും മുതലൊക്കെ എന്റെ പേരിലാണല്ലോ, പക്ഷെ പേടിക്കണ്ട. നാശങ്ങൾ എത്രയും പെട്ടെന്ന് ചാവണം എന്റെ പിന്നെ എനിക്ക് ആ വണ്ടി എടുക്കണം. ഏത് വണ്ടി? ഞാൻ പറഞ്ഞില്ല, പുതിയ ബൈക്ക്. പൈസ എന്തേലും ഉണ്ടോ? എന്തേലും അല്ല, ഈ ആദ്യം പറഞ്ഞതേ എന്നെ മാത്രം മതിയെന്ന്. ഇടക്കിടക്ക് പൈസ വാങ്ങണല്ലോ. പൈസ വേണം, ബൈക്ക് പിറകിൽ എത്തിയിട്ട് പോണ്ടേ. എന്റെ അടുത്ത് പൈസ ഇല്ല, എന്റെ വേൾഡ് ബാങ്ക് ചെയ്യാണ്. എന്താണ് തള്ളിയും താന്തിയും കൂടി താഴത്തുള്ള ശബ്ദം ഉണ്ടാക്കുന്നത്? അവിടെ കിടന്ന് കൊരക്കലേ ഉള്ളൂ, എന്റെ മുമ്പിലോട്ട് വരണ്ട. എന്നെന്തോ സ്ട്രോങ് പോലെ തന്തക്ക്. അവന്നെ തന്തടൊക്കെ ഞാൻ ഒട്ടിച്ചിടും. എന്താ ചെയ്യാ? എന്ത് ചെയ്യണം? ആദ്യം സമാധാനായിട്ടൊന്നും മിണ്ടാതിരിക്കോ. കൊല്ലും കൊലവിളിയോ ഒരു ചൂക്കും നടത്തില്ല. ഇത് എന്റെ പേരിലല്ലേ. ഇപ്പൊ 3 നേരം കഞ്ഞി കുടിക്കണതേ എന്റെ ചെലവിലാ. അതങ്ങോട്ട് നിർത്തും ഞാൻ. പട്ടിണിക്കിട്ട് കൊണ്ട് ഞാൻ തളരും. എന്താ ഐഡിയ പോലെ ചെയ്യും. എന്റെ നെഞ്ഞത്ത് കയറാൻ വരും. നെഞ്ഞത്ത് കയറിയാ വിവരറിയാം. മുമ്പ് ആഴ്ചയിൽ ഒന്നായിരുന്നു, ഇപ്പൊ നിത്യം പറഞ്ഞോണ്ട് വരില്ലോനെ. ഒരാവും പോലും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലത്. വിട്ടാൻ പറ്റാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ? തല്ലി കൊല്ലി ഞാനോനെ. എന്താ എന്തൊച്ച പറയും? നിങ്ങൾക്ക് എങ്ങോട്ട് പോണത്? എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് പറഞ്ഞിട്ട് കാര്യം എന്താ? നിങ്ങൾ ഒന്നും പറയാൻ പോണ്ട. പറയാനിരിക്കട്ടെ, പൊട്ടിക്കണോനെ, കാലിടിക്കണോനെ. അവന് ഓളും കൂടി കൂടിയാലേ നമ്മള് വഴിയാതാരായി രണ്ടാതൊരുത്തിരി രണ്ട് തേങ്ങയുടെ ഇടും എന്റെ മോൻ പോയിട്ട് അറിയാം. ഇതിപ്പോ നമ്മള് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അവരല്ലേ ചിന്തിക്കേണ്ടത്. ഇപ്പൊ എന്ന് കയറണേനും വല്ല വിവരണ്ടോ? മോന്റെ വേർപ്പാണ് ആ പൈസ കളിക്കുന്നത്. ഒന്നും മിണ്ടാൻ പോണ്ടോ. മിണ്ടാണ്ടിരിക്കാൻ പറ്റും. ഇനി എന്താ ഈ പറയുന്നത്? നിങ്ങൾ പറയണോലല്ല കാര്യങ്ങള്. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞ അവള് സമ്മതിക്കോ? ഞാൻ കാണിച്ചു തരും എന്താ കാണിക്കണ്ട, എനിക്കറിയാം. അവിടെ കിടക്കി എവിടേക്കാ പോണത്? എവിടേക്കായി പോണത്? എന്ത് എന്ത് എന്റെ മോളെ നീ ഒന്നും മിണ്ടാതിക്ക്. ഈ 2 ദിവസം കൂടുമ്പോ വരിക മോളിൽ പോയി എന്ത് കളിയാന്ന് ഇവിടെ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? കുടുംബം വന്നോട്ടെ. പിന്നെ ഈ തന്തേനെ വെച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എടാ ഓർമ്മിച്ചോ, സ്വഭാവം മാറുന്നുണ്ട് എനിക്ക്. ഇത് ഞങ്ങള് മുണ്ട് ഉണ്ടാക്കിയ പറമ്പ് വീടാണ് കേട്ടാ ഈ കൊണ്ടോണത്. അച്ഛനും അമ്മയും ഓർത്തോ? തീർന്നു നാടകം. എന്ത് നാടകടി? ഞാനല്ല ഇത് എന്റെ പേര്. എന്നെ തിക്കടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കണ്ട. തലേണ മന്ത്രം കൊണ്ടല്ലേ ഇതെല്ലാം കൂടെ എടുത്ത് വാങ്ങിച്ച് ഞങ്ങള് മുണ്ട് മുറുക്കി കൊടുത്തിട്ട് ഉണ്ടാക്കിയ പറമ്പ് വീടാ. അതല്ലേ ഇപ്പൊ നീ ഇട്ട് വിലസിട്ട് കണ്ട ആണുങ്ങൾക്ക് വാരി കൊടുക്കണത്. എന്റെ മോന്റെ പൈസ അവന് വേണ്ടി കൊടുക്കുന്നത് അറിയാം. എന്റെ മോന്റെ പൈസ ഇപ്പോഴും മിണിഞ്ഞുകൊണ്ടിരിക്കില്ലേ? ഇത് അനുഭവിക്കും. ഞാൻ അനുഭവിച്ചോളാം. ഞങ്ങളുടെ വീടാണ് ഇത്. പറച്ചലന്നെ ഉണ്ടാവുള്ളൂ കേട്ടാ. ഇത് എന്റെ പേരില. ഇത്രയും കാലം തന്നെ തള്ളിയും കൂടി നക്കിയത് ഞാൻ കൊണ്ടുവന്നതാ. മനസ്സിലാവണ്ട? ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ആളിവിടെ കയറും ഇറങ്ങും. അതിന് നിങ്ങൾക്കെന്താ? കണക്ക് ചോദിക്കരുത് ദൈവം എന്നോട്. ഞാൻ നോക്കിക്കോളാണ്. നിങ്ങളോട് എന്തായാലും ചോദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കണക്ക് ആറ്റ നോറ്റുണ്ടായ മോറ്റത്ത് തുടങ്ങില്ലേ? കാരണം കൊണ്ടാ അതുകൊണ്ട് ആണുങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങാനുള്ള അങ്ങനെ തന്നെയാണ്. ഇനി എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്ന അതെനിക്കറിയില്ല. പിന്നെ നിങ്ങളെ മകൻ ചത്തു തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം. ചത്തവര് ചത്തു. മനസ്സിലാവണ്ട? ഇനി ഈ തന്തയും തള്ളി ഇതിന്റെ ഉള്ളിൽ വാഴണ്ട. ഇത് അനുഭവിക്കാതെ ഇവിടുന്ന് പോവൂല. ഞാൻ അപ്പോഴെങ്ങളോട് പറഞ്ഞില്ലേ മിണ്ടണ്ട. അതിന് എവിടെയാ പോയി കിടക്കുക? ഉണ്ടോ വല്ലതും ഉണ്ടോ? ഇറങ്ങിക്കോ. എങ്ങോട്ടാ? അടക്കങ്ങോട്ട് പോരാ. കൊണ്ടുപോ. ഇറങ്ങാൻ വേണ്ട. ഇറങ്ങി തന്നെ
അപ്പോഴേ പറഞ്ഞില്ലേ ഇനി ഇവളുടെ കയ്യിൽ നിന്ന് വേറെ തല്ലും കൂടെ കിട്ടണ്ട. ഇട്ട് പോരെ. ഇറങ്ങ് ഇറങ്ങാൻ എടീ, ഇറങ്ങിപ്പോതന്തേ. എടീ, പഴുക്കപ്ലായില് വീണിട്ടെ പച്ചപ്ലായില് ചിരിക്കണ്ട. ഞാൻ ചിരിക്കണില്ല, ഇറങ്ങാൻ നോക്ക്. അനുഭവിക്കണി. ആ, ഞാൻ അനുഭവിച്ചോളാം. വന്നേ, മതി. ഇറങ്ങ് തന്തേ. ഇനി അവള് വേറൊന്നും എടുക്കണ്ടെങ്കിൽ ഈ അനുഭവിക്കാതെ പോകൂല. തല ഇറങ്ങിപ്പോ. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് 10 ആഴ്ച എനക്ക് എന്താ കാര്യമുള്ളത്. പോരെ.